പ്രിയപ്പെട്ടവരെ, ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ മരണത്തിൽ പോലീസിന് അതിയായ ഖേദമുണ്ട്. ആ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പറയട്ടെ, യഥാർത്ഥ ഘാതകൻ ശിക്ഷിക്കപ്പെടണം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണം. റോഷൻ ചെറിയാനെ വിട്ടു തരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. സാർ, ഞാൻ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ല. എങ്കിലും ചോദിക്കാം, നിങ്ങൾ റിയൽ ഫൈറ്റേഴ്സിൻ്റെ മെമ്പർ ആയിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ. റോഷനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം മറക്കുന്നത് ശരിയാണോ? സാർ, ഒരു സംശയം കൂടി. നിരപരാധിയായ ഉണ്ണികൃഷ്ണനെ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സംഭവിച്ച ഉണ്ണികൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് പോലീസിന് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത്? നീതിക്ക് വേണ്ടി നെഞ്ചുരുകി കഴിയുന്ന ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബാലൻ മാസ്റ്റർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ പോലീസുകാർ ആ അച്ഛൻ എന്ത് മറുപടി കൊടുത്തു? അത് ഉണ്ണികൃഷ്ണൻ വേദിക വധക്കേസിൽ പ്രതിയായിരുന്നു. മറുപടിയില്ല. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്? ഇപ്പോൾ എന്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റോഷൻ ചെറിയാനെ വിട്ടുതരേണ്ടത്? വിശദമായി ചോദ്യം ചെയ്താലേ സോളിഡ് എവിഡൻസുകൾ കണ്ടെത്താൻ പറ്റും. സംശയത്തിന്റെ പേരിൽ പോലീസിന് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ആരാണ് സാറേ ഈ പലര്? റോഷൻ ചെറിയാൻ, ബിനു, ദീപൻ, ആഷിഖ്, പിന്നെ മഹേഷ് രാമൻ, ഗോകുൽദാസ്, ജിത്തു, ലാലു, സമീർ. കേട്ടില്ലേ? പോലീസിന്റെ ലിസ്റ്റിൽ റിയൽ ഫൈറ്റേഴ്സ് എന്നോ റോയൽ വാരിയേഴ്സോ എന്നുള്ള വേർതിരിവില്ല. സർ, പോലീസിന്റെ സംശയ നിവാരണത്തിന് നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള പട്ടികയിലെ വിദ്യാർത്ഥികളെ വിട്ടുതരണമെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടി വരും. പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതും കൊല്ലപ്പെട്ടതും ഈ ക്യാമ്പസിൽ വെച്ചല്ല എന്നുള്ളത് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാണ്. അപ്പോൾ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതാണ് ആര്, എങ്ങനെ? പോലീസ് ഡോഗിന്റെ പരിശോധനയിൽ മനസ്സിലായത് ബോഡി മതിലിന് മുകളിലൂടെ വലിച്ചെറിയുകയായിരുന്നു എന്നാണ്. സാർ, ആ മതിലിന്റെ ഉയരം എത്രയെന്നറിയും? 7 അടി. കൃത്യം 27 മീറ്റർ വടക്കോട്ട് മാറി ഈ കോളേജിലേക്ക് ഒരു ഷോർട്ട് കട്ട്. മതിലിഞ്ഞ് വിടാം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരാനും പോകാനും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വഴിയുള്ളപ്പോൾ എന്തിനാണ് സാർ സാഹസപ്പെട്ട് പ്രതി 7 അടി ഉയരമുള്ള മതിലൂടെ ബോഡി താഴേക്ക് ഇട്ടത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കുറ്റവാളി ക്യാമ്പസിനകത്തല്ല, പുറത്താണ്. ഇത് താങ്കളുടെ മാത്രം സംശയമാണ്. ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൾക്കെതിരാണ്. Sorry, sir. Without ample evidence or a court order, we cannot hand over the students. Okay. I will submit this report to the CM. Thank you.